السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. صدق الله العظيم. قال صلى الله عليه وسلم: إن من أشراط الساعة أن يظهر موت الفجأة. ഏറ്റവും സ്നേഹ ആദരവ് നിറഞ്ഞ സയ്യിദ് അവറുകളെ, മറ്റു സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, അറിവിന്റെ പുലരിയിലേക്ക് എന്ന മഹത്തായ ഗ്രൂപ്പിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഇനെ കൊടുക്കട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. റാഹത്തും സന്തോഷവും കൊടുക്കട്ടെ. വന്ദരായ സയ്യിദുകളോട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തേൽപ്പിച്ചിട്ടുണ്ടോ അല്ലാഹു അവരുടെ മനസ്സിലെ മുറാദുകളൊക്കെ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആൻ ഒരു ആയത്തിന്റെ ശകലം ഇങ്ങനെ പറയുന്നുണ്ട്: ഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിപ്പിക്കുകയോ പിന്തിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പ്രഖ്യാപിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും മരണം എന്നുള്ളത് ഉറപ്പാണ്. വലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ആരെങ്കിലും മരിക്കാതെ ലോകത്ത് ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി വഫാത്താകാതിരിക്കണമായിരുന്നു. പക്ഷേ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പോകണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ആയത്ത് 34-ാമത്തെ ആയത്തിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ വർത്തമാനം വളരെ ഗൗരവമായി അല്ലാഹു തആല ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ 2 കാര്യം ഇങ്ങനെയാണ്: വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നീ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയുകയേ ഇല്ല. വമാ തദ്രി, നിനക്കറിയുകയില്ല. മാദാ തക്സിബു ഗദാ, എന്താണ് നീ ചെയ്യുന്നതെന്ന് ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല നാളെ എന്ത് ചെയ്യുമെന്ന്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് നീ മരണപ്പെടുക എന്നും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ആ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയുകയേ ഇല്ല. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ മരണത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങാൻ, ആ മരണത്തിന് കാരണമാകുന്ന അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നെട്ടോട്ടം ഓടുകയാണ്. കൊളസ്ട്രോൾ കുറക്കാൻ, ഷുഗർ, പ്രഷർ, പ്രമേയം കുറക്കാൻ എല്ലാം നമ്മൾ ഓടുകയാണ്. കാരണം അതെല്ലാം കൂടിയാലും അതെല്ലാം കുറഞ്ഞാലും പ്രയാസം സംഭവിക്കാൻ പോകുന്നത് മരണം നമ്മിലേക്ക് കടന്നു വരുമെന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത്, ലോക ജനതയോട് പറയുന്നത്, ഹബീബിനോട് ഇങ്ങനെയാണ്: ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة
നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇന്നൽ മൗത, നിശ്ചയമായും മരണം, തഫിറൂന മിൻഹു, ആ മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുന്നവരായിരുന്നു. പക്ഷേ ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ നബിയെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ സമയം എപ്പോഴാണ് എന്ന് ലോകത്ത് ഒരാൾക്കും അറിയുകയില്ല. ഏത് സമയത്താണ് അസ്രായീൽ ഒന്ന് വിളിക്കുക. ഹബീബ് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് അസ്രായീൽ കടന്നു വരുമ്പോ ഹബീബ് ചോദിക്കുന്നുണ്ട്, യാ അസ്രായീൽ അജ്തനി സായിറൻ അം ഖാബിളാ, അസ്രായീലെ വന്നത് എന്റെ റൂഹിനെ പിടിക്കാനാണോ, എന്റെ രോഗം കണ്ട് സന്ദർശിച്ച് മടങ്ങാനാണോ എന്ന് ഹബീബ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അസ്രായീൽ പറയുന്നുണ്ട്, നബിയെ നിങ്ങളെ സമ്മതമുണ്ടെങ്കിൽ റൂഹിനെ പിടിക്കാനാണ് പൊന്നു മുഅ്മിനീങ്ങളെ എന്ന്. അതുപോലെ നമ്മളോട് അള്ളാഹു അയച്ച മലക്ക് അസ്രായീൽ സമ്മതം ചോദിക്കുകയില്ല. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ചോദ്യമേ ഇല്ല. ഇന്ന് കേൾക്കുന്ന മരണത്തിന്റെ അധിക വാർത്തകളും പെട്ടെന്നുള്ള മരണമാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. രാത്രി ആരോഗ്യ ദൃഢഗാത്രനായി ഉറങ്ങാൻ കിടക്കുന്നു, രാവിലെ എണീക്കുന്നില്ല. ജിമ്മിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, പക്ഷേ കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ബൈക്കിൽ സഞ്ചരിക്കുന്നു, ആക്സിഡന്റ് സംഭവിക്കുന്നു, പെട്ടെന്ന് മരിക്കുന്നു. എല്ലാം പെട്ടെന്ന് സംഭവിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അടയാളം അലാമത്തുൽ ഖിയാമത്ത് എണ്ണിയെടുത്ത് കാണാം. ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യൽഹറ മൗതുൽ ഫജ്ആ. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബ് എണ്ണുന്നത് പെട്ടെന്നുള്ള മരണം, അത് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുക, അത് പ്രത്യക്ഷമാവുക എന്നുള്ളതാണ്. പെട്ടെന്നുള്ള മരണം അത് സംഭവിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഖതീബ് ഉസ്താദ്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, താൻ ജോലി ചെയ്തിരുന്ന മഹല്ലത്തിലെ വീട്ടിൽ ഒരു മരണം സംഭവിക്കുകയും ആ മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെ പ്രാർത്ഥന നിർവഹിക്കുകയും ആ മരിച്ച മയ്യത്തിന് കഫൻപുട തയ്യാറാക്കി, കഫൻപുടയെല്ലാം തുണിയെല്ലാം മുറിച്ച് പഞ്ഞിയെല്ലാം വെച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം വരുന്നു. കൂടെ പോയ ആളുകളോട് പറയുന്നു, രണ്ടാമത്തെ കഫൻപുടവയും തയ്യാറാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കൊണ്ടുപോകുന്ന ക്ഷീണം കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെ വിളിച്ചു പറയുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിച്ചാൽ പൊട്ടിക്കരയരുതേ, കരഞ്ഞ് വീടാകെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ആ ശുദ്ധനായ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മാത്രം യാത്രയായിട്ടുണ്ട്. تؤمل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من فتى يمسي ويصبح آمنا وقد نوسجت أكفانه وهو لا يدري. മനുഷ്യൻ ഓടുകയാണ്, രാവും പകലുമില്ലാതെ. അവന്റെ ആയുസ് പ്രഭാത പ്രദോഷ വ്യത്യാസമില്ലാതെ അവൻ കഴിച്ചു തീർക്കുകയാണ്. പക്ഷേ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. വലാ തദ്രി, നിനക്കറിയുണ്ടോ, നിനക്കറിയുന്നില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഈ രാത്രി ഉറങ്ങാൻ കിടന്നാൽ പ്രഭാതത്തിൽ നീ എണീക്കുമെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ മനുഷ്യ? وكم من فتى يمسي ويصبح آمنا. പ്രഭാതവും പ്രദോഷവും നീ തള്ളി നീക്കുകയാണ്. പക്ഷേ وقد نوسجت أكفانه وهو لا يدري. കഫൻപുടയുടെ തുണി നൂല് കൊണ്ട് നെയ്ത്തു വെച്ചിട്ടുണ്ട്.
കഫൻ പുടവയുടെ തുണി ടെക്സ്റ്റൈൽസിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ നമ്മൾ വില കൂടിയ വസ്ത്രങ്ങൾ മേടിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടാകും കൊണ്ടുപോകാൻ ഏറ്റവും വില കുറഞ്ഞ 3 കഷ്ണം കോറത്തുണി ബാക്കിയായി കിടക്കുന്നു. ഖദ്നൂസിജത്ത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. ആ കഫൻ പുട തയ്യാറാക്കി വെച്ചത് അവർ അറിയുന്നില്ല. وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري. എത്ര ചെറുപ്പക്കാരാണ് യാതൊരു രോഗവുമില്ലാതെ യാതൊരു പ്രയാസവുമില്ലാതെ ഇരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വളരെ മനോഹരമായി കവി ഓർമ്മപ്പെടുത്തുകയാണ്. കമ്മിൻ മരീളിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര രോഗികളാണ്, പ്രായം ചെന്നവരാണ്, മരിക്കാതെ നരകിച്ച് ഒന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് കുടുംബക്കാർ പോലും ആഗ്രഹിച്ച് ബെഡിൽ നിന്ന് വാട്ടർ ബെഡിലേക്ക്, എയർ ബെഡിലേക്ക് മാറ്റി ശരീരമെല്ലാം പൊട്ടിയൊലിക്കുന്ന രൂപത്തിലേക്ക് കടന്നുപോയിട്ടും അവധിയെത്തിയിട്ടില്ല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു മുന്തിപ്പിക്കുകയേ ഇല്ല. അവധി എത്താതെ ഒരാളെയും അള്ളാഹു പെട്ടെന്ന് തിരിച്ചു വിളിക്കുകയുമില്ല. എത്ര മരണങ്ങളാണ് കാണുന്നത്, എത്ര മരണത്തിന്റെ വാർത്തയാണ് കേൾക്കുന്നത്. അത് കേട്ട് 1-2 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. സ്കൂൾ വിട്ട് ബസ് കാത്തിരിക്കുന്ന മക്കളുടെ ഇടയിലേക്കല്ലേ ലോറി കയറി 4 ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്, ഓർക്കുമ്പോൾ വല്ലാത്ത സഹതാപമുണ്ട്, പരിഭവമുണ്ട്. പക്ഷേ ആ പരിഭവം ഒരു ദിവസത്തോടുകൂടെ എല്ലാം കഴിയുകയാണ്, എല്ലാം അസ്തമിക്കുകയാണ്. മുഅ്മിനായ സഹോദരി, സഹോദര, ആ സമയത്ത്, മരണം വരുന്ന സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. ആ വിലപിക്കുന്ന വർത്തമാനം, മരണത്തിന്റെ മാനസികാവസ്ഥയെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമ വളരെ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി الساق بالساق ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കൽബ് തുറന്ന് കേൾക്കേണ്ട ആയത്താണ്, മനസ്സിരുത്തി ഓതേണ്ട ആയത്താണ്. കല്ലാ ഇദാ ബലഗതി തറാഖി, റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, വഖീല മൻ റാഖ്, ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ അവസ്ഥയിൽ മനുഷ്യരാകുന്ന ആളുകൾ ചോദിക്കുന്ന, മരിക്കാൻ കിടക്കുന്ന ശരീരം ചോദിക്കുന്ന ചോദ്യമുണ്ട്. വഖീല മൻ റാഖ്, ആരാ ഇനി എന്നെ മന്ത്രിച്ചൂതാനുള്ളത്? എവിടെയാ ഇനി എനിക്ക് രക്ഷപ്പെടാനുള്ളത്? ആരാണ് എന്നെ രക്ഷപ്പെടുത്തുക? എവിടേക്കെങ്കിലും കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തി തരുമോ? വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയാം അത് അവന്റെ അവസാനത്തെ അത്രയാണ്, അവന്റെ പിരിയലാണ്, അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയലാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ അവന്റെ കണങ്കാലുമായി ചേരുന്ന കടിച്ചമർത്തുകയാണ് അതിന്റെ വേദന, മരണത്തിന്റെ വേദന. ഹബീബ് പറഞ്ഞു തന്നിട്ടില്ലയോ? ഹബീബ് പരിശുദ്ധ റസൂൽ ആയിഷ ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നുണ്ട്. അടുത്ത് വഫാത്തിന്റെ സമയത്ത് തൊട്ടടുത്ത് പാത്രത്തിൽ വെള്ളം കൊണ്ടുവെക്കുന്നുണ്ട്. സക്കറാത്തുൽ മൗത്ത് ഹബീബിന് പ്രയാസപ്പെടുമ്പോ അരികിലുള്ള പാത്രത്തിലേക്ക് കൈ മുക്കുന്നുണ്ട്. ആ കൈമുക്കിയിട്ട് വെള്ളം നനച്ച് തന്റെ ശരീരത്തിന്റെ മുഖവും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരൽപ്പം കുറയുമോ എന്നറിയാൻ. അവസാനം വേദന അസഹ്യമായ അവസ്ഥയിൽ ആയിഷ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ ബീവി, മരണത്തിന് വല്ലാത്ത വേദനയല്ലേ ആയിഷ?
മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. ഒന്നോർക്കണേ സഹോദര, ഒരു തെറ്റ് കാണാത്ത, ഒരു തെറ്റ് പറയാത്ത, ഒരു തെറ്റ് കേൾക്കാത്ത, ഒരു തെറ്റ് പോലും ചെയ്യാത്ത, ഒരു തെറ്റ് പോലും ചിന്തിക്കാത്ത ഹബീബാണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പൊന്നു സഹോദര സഹോദരി നമ്മുടെ മരണം? അതെപ്പോഴാണെന്നറിയില്ലല്ലോ. അള്ളാഹു നമ്മുടെ മരണം ഈമാൻ സലാമത്തുള്ള മരണമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, പെട്ടെന്നുള്ള മരണം അധികരിക്കുന്ന കാലഘട്ടത്ത് ആ മരണത്തെ സ്വീകരിക്കാൻ അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പോകാനുള്ള ഒരു യാത്രക്ക് ഒരുങ്ങി നിൽക്കുന്നവരാകണം എന്ന് പറയാനാണ് ഇവിഷയം ഞാൻ പറഞ്ഞത്. പലതും കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അലതല്ലൽ മനസ്സിന്റെ ഉള്ളിലേക്ക് വന്ന സമയത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്. മരണം പണ്ട് മുതലേ കേൾക്കുന്നതാണ്, പക്ഷെ ഇന്ന് ആർക്കും കേൾക്കാനും പറയാനും താല്പര്യമില്ല. അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ആ മരണത്തിന് പോകുന്ന സമയത്ത്, യാത്ര ചെയ്യേണ്ട സമയത്ത് ഒരുങ്ങേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് കൊണ്ടുപോകാൻ എന്താണ് കയ്യിൽ തയ്യാറാക്കി വെച്ചതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ്, അള്ളാഹു തആല തൗഫീഖ് ചെയ്താൽ ബാക്കി പിന്നീട് പറയാം. മരിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കണം എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യാണ്. തൗബ ചെയ്തിട്ട് പടച്ചോനെ ഞാൻ എമ്പാടും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, മാപ്പ് തരണേ എന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടെ, കരയുന്ന കണ്ണോടുകൂടെ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയണം. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം വസിയത്തോടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.